1915 ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം അതിനെ ഗണിതപരമായി നിർദ്ധരിച്ചപ്പോൾ അതിന് ഫീൽഡ് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ആ ഇക്വേഷൻ അനുസരിച്ച് പ്രപഞ്ചം ഇതേപോലെ സ്റ്റാറ്റിക് ആയിട്ട് നിലനിൽക്കില്ല, അത് വികസിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അതേവരെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം സ്റ്റാറ്റിക് ആയിട്ട് എന്നും ഒരേപോലെ നിലനിൽക്കുന്നു എന്നുള്ളതായിരുന്നു. അതിന് കാരണം ബൈബിളിലൊക്കെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. അവിടുന്ന് പ്രപഞ്ചത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു, അത് ചലിക്കുകയില്ല, അത് ഇളകുകയില്ല, അതിന് മാറ്റം സംഭവിക്കില്ല എന്നൊക്കെയാണ്. അല്ല ടോമിയുടെ ഒന്നാമത്തെ വീഡിയോയിലെ തുടക്കം തന്നെ പറഞ്ഞ ഒന്നാമത്തെ മണ്ടത്തരങ്ങൾ, ടോമിയെ പ്രപഞ്ചം സ്റ്റാറ്റിക് ആണെന്നോ പ്രപഞ്ചം ചലിക്കില്ല എന്നോ പറഞ്ഞുകൊണ്ട് ബൈബിളിൽ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞു ടോമി ഇപ്പൊ പറയുന്ന വാക്യങ്ങളില്ലേ, ഇതൊക്കെ ടോമി സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കിയതാണോ അത് എവിടെയെങ്കിലും എന്താ പറയുക ഇപ്പം മുഹമ്മദ് പുതിയ ഖുറാൻ ഉണ്ടാക്കിയ വല്ല ടോമി ഇനി വല്ല ടോറാൻ ഉണ്ടാക്കിയോന്ന് എനിക്കറിയില്ല. എന്തായാലും വിശുദ്ധ വേദഗ്രന്ഥമായ ബൈബിളിൽ ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. അദ്ദേഹം പറഞ്ഞ ബൈബിളിൽ അങ്ങനെയുണ്ട്, ഇതാണ് വാക്യങ്ങൾ എന്നാണ് അദ്ദേഹം വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു വാക്യങ്ങൾ ബൈബിളിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് ശ്രദ്ധിച്ചായിട്ട് എന്നും ഒരേപോലെ നിലനിൽക്കുന്നു എന്നുള്ളതായിരുന്നു. അതിന് കാരണം ബൈബിളിലൊക്കെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. അവിടുന്ന് പ്രപഞ്ചത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. എവിടെ പ്രപഞ്ചത്തെ അവിടെ നിന്ന് ഉറപ്പിച്ചെന്നോ ഇവിടെ നിന്ന് ഉറപ്പിച്ചെന്നോ ആരെങ്കിലും ഉറപ്പിച്ചെന്നോ ബൈബിളിൽ എവിടെ പറയുന്നത് ടോമി? അത് ചലിക്കുകയില്ല, പ്രപഞ്ചം ചലിക്കുകയില്ല എന്ന് ബൈബിളിൽ എവിടെ പറയുന്നത്? ഇളകുകയില്ല, അതിന് പ്രപഞ്ചം ഇളകുകയില്ലെന്നോ പ്രപഞ്ചത്തിന് മാറ്റം സംഭവിക്കില്ലെന്നോ ബൈബിളിൽ എവിടാണ്? ദൈവത്തിന് മാറ്റം സംഭവിക്കില്ല എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവം മാറ്റമില്ലാത്തവനാണ്, ദൈവം കാലത്തിന് അതീതനാണ്, ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ വാക്ക് മാറില്ല എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രപഞ്ചത്തിന് മാറ്റമില്ലെന്നോ പ്രപഞ്ചം ചലിക്കുന്നില്ലെന്നോ പ്രപഞ്ചത്തിനെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നെന്നോ ബൈബിളിൽ എവിടാണ് ടോമി പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ടോമി തുടങ്ങുന്നത് തന്നെ മണ്ടത്തരത്തിലാണ്. എനിക്ക് മനസ്സിലാവാത്ത, ഞാൻ യുക്തിവാദികൾ നിരീശ്വരവാദികളോടുള്ള എൻ്റെ വീഡിയോയിലും ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. അല്ല, ഈ കൂടെ ഇവരുടെ മുമ്പിൽ ഇതൊക്കെ കേൾക്കാനിരിക്കുന്നവർ ശുദ്ധ പൊട്ടന്മാരാണെന്ന് ഈ മുമ്പിലിരിക്കുന്ന രവീന്ദ്രനും ഈ പറഞ്ഞു കൊടുക്കുന്ന ടോമിക്കൊക്കെ 100% ഉറപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതുപോലുള്ള വിവരക്കേടുകൾ എഴുന്നള്ളിക്കുന്നത്. പണ്ടൊരു പ്രോഗ്രാമിൽ രവീന്ദ്രൻ പണ്ട് പറഞ്ഞ പോലെ ആരുടെ സുവിശേഷം, മിഖായേലിന്റെ സുവിശേഷം വായിച്ചിട്ടുള്ളത് എത്ര പേരുണ്ടെന്ന് വെച്ചപ്പോൾ 2 പേര് കൈപൊക്കിയ കൂട്ടമാണ്. അപ്പോൾ മുമ്പിലിരിക്കുന്ന നിരീശ്വരവാദികളെല്ലാം ശുദ്ധ പൊട്ടന്മാരാണെന്ന് ഏതൊരാളുകളെക്കാളും നന്നായിട്ട് അറിയാവുന്നവരാണ് ഈ ടോമി സെബാസ്റ്റ്യൻ എന്നൊക്കെയുള്ള കാര്യം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാര്യം ഇല്ലാത്തൊരു കാര്യം ചുമ്മാ അടിച്ചുവിടുക. കാര്യം ആരും അവിടെ ചോദിക്കുമെന്നോ ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്യുമെന്നോ അയ്യോ ടോം ഇങ്ങനൊരു കാര്യം ബൈബിളിൽ ഇല്ലല്ലോ എന്ന് പറയാനുള്ള വെളിവും വിവേകമുള്ള ഒരെണ്ണം പോലും അവരുടെ കൂട്ടത്തിലില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ചില ഉസ്താദുമാരുടെ സ്വർഗത്തിൽ ബ്രാൻഡി ഇട്ടു എന്ന് പറയുന്ന, സ്വർഗത്തിൽ തരണീമണികളെ കാണിച്ച് ആളെ കൂട്ടുന്ന പ്രസംഗം നടത്തിയാൽ പോലും ഇസ്ലാമിലേക്ക് ആളൊഴുകുന്നില്ല. കാര്യം തിരിച്ചു പോയിക്കാനുള്ള വെളിവ് ഈ ഇസ്ലാമിനില്ല, മുസ്ലിങ്ങൾക്കില്ല. ഇതുപോലെ തന്നെ തിരിച്ചൊരു ആർജവത്തോടൊരു ചോദ്യം ചോദിക്കാനുള്ള കപ്പാസിറ്റി മുമ്പിലിരിക്കുന്ന യുക്തിവാദികൾക്ക്, നിരീശ്വരവാദികൾക്കില്ല എന്ന് 110% ഉറപ്പുള്ള ഒരാൾക്ക് മാത്രമേ ഇമാതിരി മണ്ടത്തരങ്ങൾ ഒരു ഉളുപ്പും ഇല്ലാതെ ഇരുന്ന് എഴുന്നള്ളിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ബൈബിളിൽ ടോമി വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ വായിച്ചു തരാം. സങ്കീർത്തനം 104:2 വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു, തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. ഈ യൂണിവേഴ്സ് ഒരു ഡിസ്ക് ഷേപ്പ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴൊക്കെ പല ശാസ്ത്രജ്ഞന്മാരും നടക്കുന്നുണ്ട്. ബൈബിളിൽ പറയുന്നത് പ്രപഞ്ചത്തെ, ആകാശം എന്ന് ബൈബിളിൽ പറയുന്ന മെജോറിറ്റി സ്ഥലത്തും ഹഷമായിയും എന്ന വാക്കിന് പ്ലൂറലിൽ കൊടുത്തുകൊണ്ട് പറയുന്ന മെജോറിറ്റി സ്ഥലത്തിലും യൂണിവേഴ്സിനെയാണ് കുറിക്കുന്നത് എന്ന് ബൈബിളിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ വളരെ വ്യക്തമാണ്. ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. ബരേഷത് ബാറ എലോഹീം എത്ത് ഹഷ്മായും വ എത്ത് ഹരേഷ്, എത്ത് ഹഷ്മായും വ എത്ത് ഹരേഷ്, ഭൂമിയും ആകാശങ്ങളെയും സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഈ എൻറ്റയർ യൂണിവേഴ്സിന്, ഭൂമി ഒഴികെയുള്ള മറ്റ് യൂണിവേഴ്സിൻ്റെ ഭാഗങ്ങളെ മുഴുവൻ കുറിക്കുന്ന കാര്യം ഭൂമിയിലുള്ള ആളുകൾക്ക് വേണ്ടി, ഭൂമിക്കിലെ ജനങ്ങൾക്ക് വേണ്ടി പറയുന്നതായതുകൊണ്ട് ഭൂമിയെയും അതൊഴികെയുള്ള മറ്റ് ഈ യൂണിവേഴ്സിൻ്റെ മറ്റ് ഭാഗങ്ങളെയും കുറിച്ചുകൊണ്ടാണ് ഈ ആകാശം എന്നുള്ള പദം ബൈബിളിൽ മിക്കവാറും സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ചില സമയത്ത് ഫിർമമെന്റ്, വിധാനം എന്ന അർത്ഥത്തിലും ഈ ആകാശത്തെ ഉപയോഗിക്കാറുണ്ട്, നമ്മളെല്ലാം ഉപയോഗിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ആകാശത്തെ ഈ ഒരു എന്താ പറയുക യൂണിവേഴ്സിനെ ഒരു സ്പ്രെഡ് ചെയ്യുകയാണ്, വിരിക്കുകയാണ് എന്നുള്ളൊരു പ്രയോഗമാണ് ദൈവം പറയുന്നത്. ഇവർ ബിഗ് ബാങ്ങിൻ്റെ പടമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ എപ്പോക്കും വെച്ച് ഇങ്ങനെ വിരിച്ചുകൊണ്ട് വരിക.
ഓക്കെ, യെശയ്യാപ്രവാചകൻ 40-ാം അധ്യായം 22-ാം വാക്യത്തിൽ അവൻ ആകാശത്ത് ഒരു തിരശീല പോലെ നിവർക്കുകയും, അതായത് ഒരു പോയിന്റിൽ ഒരു തിരശീല പോലെ അവനെ നിവർത്തി പാർപ്പാനുള്ള ഒരു കൂടാരത്തെ പോലെ വിരിക്കുകയും ചെയ്യുന്നു. ഒരു കൂടാരം ഉയർത്തുന്നത് പോലെ ഇതിനെ ഒരു പോയിന്റിൽ നിന്ന് ഇവനെ സ്പ്രെഡാക്കി, ഒരു കൂടാരം ഉയർത്തണം കണ്ടിട്ടില്ല നിങ്ങൾ, ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന് ഇവനെ, പഴയ കാലത്തെ കൂടാരം അങ്ങനെ ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന് അതിൻ്റെ തിരശീല ഇങ്ങനെ വിടർത്തി സ്പ്രെഡ് ചെയ്ത് വിടർത്തും. ഇങ്ങനെയാണ് ആകാശം അഥവാ യൂണിവേഴ്സിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതെന്ന് ദൈവം തമ്പുരാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു. നോത്തേക് അഥവാ സ്പ്രെഡ് ചെയ്യുക, സ്ട്രെച്ച് ഔട്ട് ചെയ്യുക, നിവർത്തുക, വിരിക്കുക എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന അതിനവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു പദം നോത്തേ എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ട് ബൈബിളിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും ആരെങ്കിലും പരവതാനി എന്താ പറയുക, കാർപ്പറ്റ് ആണിയടിച്ച് വെച്ചേക്കണ പോലെ വെച്ചേക്കണമെന്ന് പറയുന്നത് ഖുറാനല്ല ഇത്. ബൈബിളിൽ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് ഇതൊരു സ്പ്രെഡ് ചെയ്യപ്പെടുന്ന ഒന്നാണ്, സ്ട്രെച്ച് ചെയ്യപ്പെടുന്ന ഒന്നാണ്, ഇതിനെ ഒരു കൂടാരത്തെ നിവർത്തുന്നത് പോലെ ദൈവം നിവർത്തിയിരിക്കുന്ന ഒന്നാണ് എന്ന് വളരെ കൃത്യമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ടോമി പറയുന്നു, ബൈബിളിൽ പറയുന്നു ഇത് ഒരു സ്ട്രെച്ച് ചെയ്യപ്പെടുകയാണ്, യൂണിവേഴ്സ് സ്ട്രെച്ച് ചെയ്യപ്പെട്ട ഒന്നാണ്, അല്ല സ്ട്രെച്ച് ചെയ്യപ്പെടുന്ന ഒന്നാണെന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുമ്പോൾ ടോമിയൊക്കെ പറയുന്നത് ബൈബിളിൽ അങ്ങനെ പറയല, അതൊക്കെ നിരീശ്വരവാദികൾ മാത്രമേ പറയുള്ളൂ, ബൈബിളിൽ അങ്ങനെ പറയാൻ പാടില്ല. എൻ്റെ പൊന്നു ടോമിയുടെ വലിയ നിരീശ്വരവാദിയൊക്കെ ജനിക്കണതിന് മുന്നേ ഉള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. ബൈബിളിൽ ഈ വാക്യങ്ങൾ എഴുതപ്പെടുന്നത് ഏകദേശം BC 900-നും BC 600-നും ഇടക്കാണ് ഈ പറയുന്ന വാക്യങ്ങളൊക്കെ. അതായത് ഇന്നേക്ക് 2600-നും 3000 വർഷങ്ങൾക്കിടക്കാണ് ഈ സങ്കീർത്തന പുസ്തകവും യെശയ്യാപ്രവാചകന്റെ പുസ്തകവും ഇറങ്ങി. അല്ലാതെ ടോമിയൊക്കെ വള്ളിക്കളസ് വിട്ട് കിടന്ന കാലത്ത് ഏതെങ്കിലും റിച്ചാർഡ് ഡോക്കിൻസ് ഒക്കെ അടിച്ചു വിട്ട ഡയലോഗുകളല്ലേ ഇതൊക്കെ, മനസ്സിലായോ? ടോമിയുടെയൊക്കെ വല്യുപ്പാപ്പന്മാർ പോലും ജനിച്ചിട്ടില്ല ഈ വാക്യങ്ങളൊക്കെ പറയുമ്പോൾ. ഇന്നേക്ക് 3000 വർഷങ്ങൾക്ക് മുന്നേ ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നു ഇതിനെ ഒരു തിരശീല നിവർത്തും, ഒരു കൂടാരം നിവർത്തുന്നത് പോലെ ദൈവം നിവർത്തിയതാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ ടോമിയുടെ ഒന്നാമത്തെ മണ്ടത്തരം തുടക്കം തന്നെ നമ്മൾ കണ്ടു.